ഹായ് ഡിയേഴ്സ്, നമുക്ക് ഗ്രാമറൊന്നും ഇല്ലാതെ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? റിയൽ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ടാണേ പറയണേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആം പ്ലസ് ING ചേർക്കുക. നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഹാവ് പ്ലസ് തേർഡ് ഫോം, വേർബിൻ്റെ തേർഡ് ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ്, ആം കുക്കിംഗ് റൈസ്. നമ്മളിപ്പം റൈസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം കുക്കിംഗ് റൈസ്, ഞാൻ റൈസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഐ ഹാവ് കുക്ക്ഡ് റൈസ്, ഞാൻ റൈസ് കുക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഐ ആം റീഡിങ് ബുക്സ്. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്ക് വായന കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയണം? ഐ ഹാവ് റെഡ് ബുക്സ്. റീഡിൻ്റെ തേർഡ് ഫോം റെഡ്. ഐ ഹാവ് റെഡ് ബുക്സ്, ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഐ ആം വാഷിംഗ് ക്ലോത്ത്സ്. ഞാൻ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് വാഷ്ഡ് ക്ലോത്ത്സ്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ പറയണം? ഐ ഹാവ് വാഷ്ഡ് ക്ലോത്ത്സ്, ഞാൻ ക്ലോത്ത്സ് വാഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഐ ആം റൈറ്റിംഗ് നോട്ട്സ്. ഞാൻ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ എന്ത് പറയണം? ഐ ഹാവ് റിട്ടൺ നോട്ട്സ്, ഞാൻ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഐ ആം ഡ്രിങ്കിങ് ടീ. ഞാൻ ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വർക്ക് കഴിഞ്ഞാൽ, ടീ കുടിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? ഐ ഹാവ് ഡ്രങ്ക് ടീ, ഞാൻ ടീ കുടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ.